عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آله وصحابه سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. إن بطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله. يا غارة الله حث سير مسرعة في حل عقدتنا. يا غارة الله يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني. قال الله تعالى في كتابه العزيز. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وقال حبيبنا وسيدنا المصطفى محمد صلى الله عليه وسلم. طلب العلم فريضة أو كما قال. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. ധർമ്മനിരയിൽ കർമ്മബോധത്തോടെ എന്ന പവിത്ര പ്രമേയം ഉയർത്തിപ്പിടിച്ച് SKSSF അറക്കൽപുറായ ശാഖ നടത്തുന്ന അതിമഹത്തായ പ്രൗഢമായ 2ാം വാർഷിക മഹാസമ്മേളനത്തിലാണ്, സമസ്ത ആദർശ വിശദീകരണത്തിലാണ് നാം ഉള്ളത്. വളരെ ഗഹനമായ വിഷയം സവിശദം അവതരിപ്പിക്കാൻ നമ്മുടെ പ്രിയ സഹോദരൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ആവേശമായ ബഹുമാന്യരായ എൻ്റെ ആത്മസുഹൃത്ത് MT അബൂബക്കർ ധാരിമി അവറുകളുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഏറെക്കാലം ദീനീ ഖിദ്മത്തിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിക്ക് വിശദീകരണത്തോടെ തുടക്കത്തിൽ തന്നെ സമയമെടുത്ത് വിശദീകരിച്ചതിൻ്റെ ശേഷമേ സംശയ നിവാരണത്തിന് സാഹചര്യം ഒരുങ്ങൂ എന്നുള്ളത് കൊണ്ട് തന്നെ സമയം എടുത്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയം അവതരണവും ശേഷമുള്ള സംശയ നിവാരണവുമാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആമുഖ ഭാഷണങ്ങളാലോ മറ്റോ ഒരിക്കലും തന്നെ സമയം നഷ്ടപ്പെടരുത് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിർബന്ധമായിട്ടും എനിക്ക് പങ്കെടുക്കേണ്ട അമീർ കൂടി ആയതുകൊണ്ട് പങ്കെടുക്കാതെ യാതൊരു വഴിയുമില്ല. ബഹുമാന്യരായ തങ്ങളുപ്പാപ്പ കോഴിക്കോടിൽ നിന്ന് എത്തുമ്പോഴേക്ക് നാട്ടിലെത്തേണ്ടതുള്ളത് കൊണ്ടും ഞാൻ ആ ആമുഖ ഭാഷണം വെറും മിനിറ്റുകളിൽ മാത്രം ഒതുക്കുകയാണ്.
ഒന്ന് രണ്ട് കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. റഹ്മാനായ റബ്ബായ ഖാലിക്കും റാസിഖും മാലിക്കുമായ പടച്ചതമ്പുരാൻ അടിമകളായ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അനുഗ്രഹങ്ങൾ എന്നാൽ എല്ലാം അനുഗ്രഹങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ലാ തുഹ്സുഹ, എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സദാ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട അനുഗ്രഹം ഒന്നേ ഉള്ളൂ. മാത്രമല്ല അടിമകളായ നമ്മോട് പടച്ചതമ്പുരാനോട് നിർബന്ധമായും ചോദിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ച ഒരേ അനുഗ്രഹമേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മോട് ചോദിക്കാൻ അപ്രകാരം നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്ന് വേണ്ട സാധാരണ നിലക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നമുക്ക് ലഭിച്ചാൽ നാളെ അതിൻ്റെ പേരിൽ ഹിസാബ് നേരിടേണ്ടി വരും. വിശന്ന് വലഞ്ഞ ഒരു രാത്രി ഭക്ഷണം കിട്ടിയതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ ഈ ഭക്ഷണം കിട്ടിയ നിഅമത്തിന്റെ മേൽ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവരോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട്. നമുക്ക് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, കാശ്, വീട്, മക്കള്, കുട്ടികള്, ഭാര്യ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, അതൊക്കെ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് തആല നമ്മുടെ ഹിസാബ് എന്നുള്ള നിലക്ക് ചോദ്യം ചെയ്യും. നേരെ മറിച്ച് ഒരേ ഒരു നിഅമത്ത്, ഏറ്റവും വലിയ നിഅമത്ത് എപ്പോഴും നമ്മോട് ചോദിക്കാൻ അല്ലാഹു തആല പറഞ്ഞ നിഅമത്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. റഹ്മാനായ റബ്ബേ, സിറാത്തുൽ മുസ്തഖീം എന്ന ആ സുന്ദരമായ സത്യാദർശം അത് ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 17 പ്രാവശ്യമെങ്കിലും ഓരോ ആണും പെണ്ണും നിസ്കാരങ്ങളിൽ നിത്യവും ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം, സത്യാദർശം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾക്ക് നീ നൽകിയ സത്യാദർശത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിക്കണമേ. ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായ നിയമത്ത്. ആ നിയമത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണോ നീ സത്യപ്രസ്ഥാനത്തിലായി എന്ന ഹിസാബല്ല, മറ്റുള്ള നിയമത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്ത് ഹിസാബ് എടുക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി പറയാനുള്ളതാണ് ഈ വലിയ നിയമത്ത്. അതെ, അത് തന്നെയാണ് സത്യാദർശം. ഈ സത്യാദർശം ഏതു എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിന്. പടിഞ്ഞാറു ഭാഗത്ത് അറബിക്കടൽ വന്നതുകൊണ്ട് നല്ല ശുദ്ധമായ കാറ്റ് കിട്ടും എന്നതല്ല കേരളത്തെ അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്ത്. നട്ടെല്ലുള്ളവരെ പോലെ ഉയർന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞ് ചില പരസ്യങ്ങളിൽ കാണുന്നത് പോലെ കേരളത്തിന്റെ മാപ്പിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഭൗതികമായി ചിന്തിക്കാനുണ്ട്. അതൊന്നുമല്ല, നേരെ മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആ ഒരു രൂപം ഇവിടെ അല്ലാഹു തആല നമുക്ക് നൽകി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിയമത്ത്. നിങ്ങൾക്കറിയോ, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധമായ മക്ക ഷരീഫിൽ ജുമുഅ ഇന്ന് കഅബാലയത്തിൽ നടത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ജുമുഅ നടന്നിരിക്കുമെന്ന് പറയുമ്പോ ഇതെന്താണ് കേൾക്കുന്നത് എന്ന് തോന്നണ്ട. നമുക്കെല്ലാവർക്കും അറിയാലോ, ഹിജ്റ 5-ാം വർഷത്തിലാണ്. കേരളത്തിൽ ചരിത്രങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ കണ്ണൂരിലുള്ള മാടായി പള്ളി സനത്ത ഹംസിൻ എന്നാണ് വായിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് നാം അർത്ഥകൽപ്പന നടത്തുന്നത് എങ്കിൽ ഹിജ്റ 5-ൽ കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് ഹിജ്റ വർഷം 8-നാണ്. മക്ക ഫത്ഹ് കഴിഞ്ഞ് കഅബാലയം അവിടെയുള്ള മുശ്രിക്കീങ്ങളെ കയ്യിൽ നിന്ന് പരിശുദ്ധമായ കഅബയും ഇന്നുള്ള മതാഫിന്റെ സ്ഥലങ്ങളായ മസ്ജിദുൽ ഹറാമും ലോക മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ 3 വർഷം മുമ്പ് കേരളത്തിൽ പള്ളിയെടുക്കുകയും ജുമാഅത്ത് നിർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഈ കേരളത്തോട് മുസ്ലിം നമുക്ക് അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. ഇതൊരു നിസ്സാര കാര്യമല്ല. ചരിത്രത്തിൽ കാണാം, പല ആളുകളെയും നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധത്തിന് വിട്ടിട്ടുണ്ട്. അതിൽ അരും കൊല ചെയ്യപ്പെട്ട ദായികളാകുന്ന സ്വഹാബാക്കളുണ്ട്, ആട്ടിയോടിക്കപ്പെട്ട സ്വഹാബാക്കളുണ്ട്. നേരെ മറിച്ച് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രചരണത്തിന് വന്നതായ ദായികളായ അനുചരന്മാരായ സ്വഹാബാക്കളെ പൂമാലകൾ കൊടുത്തുകൊണ്ട് വളരെ സുന്ദരമായി സ്വാഗതം ചെയ്ത ഹൈന്ദവ സഹോദരങ്ങളുടെ നല്ല ഒരു സൗരഭ്യം പരത്തുന്ന ഒരു കാഴ്ചയാണ്
ചരിത്രമാണ് നമുക്കിവിടെ അയവിറക്കാനുള്ളത്. 10ഓളം പള്ളികൾ ഈ നമ്മുടെ കേരളത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ടപ്പോ അധികവും അമുസ്ലിം സഹോദരങ്ങൾ തന്നെ സാമ്പത്തികമായും കായികമായും നിർമ്മിക്കാൻ സഹായിച്ചു എന്നുള്ളത് ഇന്നുള്ളത് പോലെ തന്നെ അന്നും അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഹൈന്ദവരുമൊക്കെ സൗഹാർദ്ദത്തിലായിരുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണവും കൂടിയാണ്. ഇവിടെ നാം ഓർമ്മപ്പെടുന്ന വിഷയം മറ്റൊന്നാണ്. ആദ്യകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളൊക്കെ ഇസ്ലാം മുസ്ലിമീങ്ങളെ സുന്നി ചരിത്രകാരന്മാരല്ല, സുന്നിയേതര ചരിത്രകാരന്മാര് വരെ ഇസ്ലാം ആദ്യകാലത്തിൽ ഇസ്ലാമിൽ എത്തിയെന്ന് പറയുന്നവർ തന്നെ അതിലൊരുപാട് സ്വഹാബാക്കളും കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ പ്രബോധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവരിലൂടെ ഇസ്ലാമിന്റെ സുന്ദരമായ സത്യാദർശം ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തിയതായ ചരിത്രകാരന്മാർ നമുക്ക് ഉണർത്തുന്നുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഹക്കായ വിശ്വാസം ഏതാണ്, അഖീദ എന്താണ്, ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ വിശ്വാസങ്ങളാകുന്ന ഉസൂല് അഖായിദ് എങ്ങനെയാകണമെന്നും കർമ്മങ്ങൾ എങ്ങനെയാണ്, ഫുറൂഇയാത്ത് അമലിയാത്ത് എങ്ങനെയാണെന്നും ഏതൊക്കെയാണ് ഇസ്ലാമിന്റെ സുന്ദരമായ സത്യാദർശങ്ങളെന്നും നേരെ സ്വഹാബാക്കളിൽ നിന്ന് ഒന്ന് വന്നുപോയി എന്നല്ല. മാലിക് ഇബ്നു നീറാർ എന്ന സ്വഹാബി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ വന്ന് തിരിച്ചുപോയി എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു പലരും ഇവിടെ കുടിൽ കെട്ടി താമസം തുടങ്ങി കേരളത്തിൽ മരണപ്പെട്ടു പോയവരാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കൊയിലാണ്ടിക്കടുത്തുള്ള പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട തമീമുൽ അൻസ്വാരി എന്ന സ്വഹാബി ഉണ്ട് എന്ന് തന്നെയാണ് ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിൽ മറമാറപ്പെട്ട ഹബീബ് എന്നവർ സ്വഹാബിയാണ്. ഒരുപാട് സ്വഹാബാക്കളിലൂടെ, താബിഈങ്ങളിലൂടെ, മഹാത്മാക്കളിലൂടെ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്ത് അഥവാ ഇസ്ലാം അതിന്റെ സുന്ദരമായ നിലയിൽ തന്നെ കേരളക്കരക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇതൊരു പക്ഷേ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ കിട്ടാത്തൊരു മഹാഭാഗ്യമാണ്. മറ്റു നാടുകളിൽ മിക്ക നാടുകൾക്കും കിട്ടാത്തൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സുന്നത്ത് ജമാഅത്ത് ഇന്ന് നാം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന കർമ്മങ്ങളും നമ്മുടെ അഖീദകളുമൊക്കെ ബഹുമാനപ്പെട്ട അമ്പിയായിലൂടെ സ്വഹാബാക്കളിലൂടെ അല്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസം എന്നുള്ളത് ഒരു കാലത്തും മാറാത്ത ഒന്നാണ്. അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ സത്യം നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും വിശ്വാസം ഒന്ന് മാത്രമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമായാലും തൗഹീദ് എന്ത്, ശിർക്കുകൾ എന്ത് എന്ന, അല്ലെങ്കിൽ മലായിക്കത്തിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു തൗഹീദിൽ യാതൊരു വ്യത്യാസവും. കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട്. അവർക്കും നമുക്കും നോമ്പുകളുണ്ടെങ്കിലും വ്യത്യസ്തമാണ് നോൽമ്പിന്റെ സ്വഭാവങ്ങള്. നിസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. മുൻകാലത്ത് പല ആളുകൾക്കും നിസ്കാരങ്ങളില്ല, അവർക്കുള്ള നിർബന്ധ കടമകൾ വേറെയാവാം. ഫുറൂഇയാത്തിൽ അമലിയാത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അഖീദയിൽ യാതൊരു വ്യത്യാസവുമില്ല. യഥാർത്ഥമായ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ എന്ത്, നമുക്ക് വേണ്ട കർമ്മങ്ങൾ എന്ത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിലൂടെ, മഹാന്മാരായ താബിഈങ്ങളിലൂടെ അതിന്റെ തനതായ ശൈലിയിൽ ലഭിക്കുക എന്ന മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് കേരള മുസ്ലിംകള്. അന്ന് മുതൽ ഇന്നുവരെ സാത്വികരായ വലിയ വലിയ മഹത്തുക്കളിലൂടെ, ഇമാമീങ്ങളിലൂടെ, മഖ്ദൂമീങ്ങളെ പോലെയുള്ളവരിലൂടെ നമ്മിലേക്ക് എത്തിയ സത്യാദർശങ്ങൾ ഏതാണെന്ന് വരും തലമുറക്ക് വേണ്ട വിധം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള വലിയ മഹത്തായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുസമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. അതിനാണ് സമസ്ത ഇവിടെ നിലകൊള്ളുന്നത്. അതാണ് സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതാണ് സമസ്ത ഇവിടെ വേണ്ട വിധം തെളിയപ്പെടുത്തുന്നത്. അതുമാത്രമാണ് ഹക്കായ സത്യവിശ്വാസങ്ങളുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വിശദീകരിക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ നൽകണം, അതിന് വേണ്ട സഹകരണങ്ങൾ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട SKSSF-ഉം അതുപോലെ തന്നെ SYS-ഉം ഏതൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിന് എല്ലാവിധയും നിസ്സീമമായ സഹായവും സഹകരണങ്ങളും വേണം. ഉലമാഇന്റെ ഉമറാഇന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കേണ്ട ഒരവസരം കൂടിയാണ് നാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, അപകടം നിറഞ്ഞ,
മുൾക്കിരീടങ്ങളിലൂടെയുള്ള ഒരു പോക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തിലൊക്കെ നമ്മുടെ മജ്ലിസുന്നൂറും അതുപോലെ തന്നെ നമ്മുടെ ഉമറാന്റെ കീഴിൽ സത്യാദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി പടച്ചതമ്പുരാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസരമാണ്. ഞാൻ അടിവരയിട്ടുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയുന്നു, യാതൊരു സംശയവുമില്ല, നാം ഹക്കായ വിശ്വാസം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മുടെ തവസ്സുലും നമ്മുടെ ഇസ്തിഗാസയിലും നമ്മുടെ കൂട്ടുപ്രാർത്ഥനകളിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലും സമസ്തയാകുന്ന സത്യപ്രസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്ന ആ വിശ്വാസം അതൊന്നും മാത്രമാണ് ഹക്ക് എന്നും നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന കള്ളത്വരീഖത്തുകാരും തബ്ലീഗുകാരും ജമമുജകളുമൊക്കെ എമ്പാടും പാവപ്പെട്ടവരെ വഴിതെറ്റിക്കുമ്പോ ഉത്തരവാദിത്ത ബോധത്തോടെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടി ഹിസാബ് പറയേണ്ടി വരുമെന്നുള്ള ബോധത്തോടെ ബഹുമാനപ്പെട്ട ഉലമാ നമ്മുടെ ഈ കാര്യങ്ങൾ വെട്ടിത്തുറഞ്ഞ് പഠിപ്പിച്ചു തരുമ്പോ അത് വേണ്ട വിധം ശ്രദ്ധിക്കലും അത് ചെവി കൊടുക്കലും അത് വേണ്ട വിധം അനുധാവനം ചെയ്യലും നമ്മുടെ മേൽ കർത്തവ്യമാണ്, കടമയാണ് എന്ന് ശ്രദ്ധിക്കണം. മജ്ലിസുന്നൂർ നടത്തപ്പെടാറുണ്ട്. അതാ മജ്ലിസുന്നൂർ കൂടിയവർക്ക് കൂലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഫളായിലോ മറ്റോ ഞാൻ പറഞ്ഞ് സമയം കളയൊന്നുമില്ല. അതൊക്കെ വളരെ വ്യക്തമാണ്. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മൗലിദിന്റെ കാലമാണ് വരുന്നത്. ബഹുമാനപ്പെട്ട നബി മൗലൂദ് ഓതിയിട്ടുണ്ടോ? അത് ഷിർക്കാണോ എന്ന് തുടങ്ങിയിട്ട് എന്താണ് ഷിർക്കും തൗഹീദും എന്ന് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ. ഒരാളെ ഹെൽസ് കെട്ടിയാൽ ഷിർക്ക്, തഹ്ലീൽ ചൊല്ലിയാൽ ഷിർക്ക്, ഷിർക്ക് എന്നുള്ളതും ഈമാൻ എന്നുള്ളതും തൗഹീദ് എന്നുള്ളതും വിശ്വാസത്തിന്റെ പേരാണ് എന്നിവരെ സാധുക്കളായ ആളുകൾ മറന്നുപോയി. തൗഹീദ് എന്നുള്ളത് വിശ്വാസമാണ്, ഷിർക്ക് എന്നുള്ളത് വിശ്വാസമാണ്. ഒരു മുവഹിദായ അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചും പിന്നെ അത് ഷിർക്ക് എന്നുള്ള പ്രശ്നേ ഇല്ല. മുവഹിദീങ്ങളിൽ നിന്ന് ഷിർക്ക് ഉണ്ടാകൂല. ഇതൊക്കെ നല്ലവണ്ണം വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഷിർക്കാണോ കുഫറാണോ തൗഹീദാണോ ഈമാനോ എന്ന് തീരുമാനിക്കേണ്ടത് ബാഹ്യമായ പ്രവർത്തനം കണ്ടല്ല, നേരെ മറിച്ച് വിശ്വാസബന്ധിതമാണ്. ഷിർക്കാണോ തൗഹീദാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാളുകൾ, രണ്ട് സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്തുക്കൾ നേരെ അതാ അമ്പലത്തിലേക്ക് പോകുന്നു, മറ്റൊരു സുഹൃത്ത് നേരെ കഅബാലയത്തിലേക്ക് പോകുന്നു. ഒരാൾ എന്താ അവിടെ ചെന്നിട്ട് കാണിച്ചത്? കുറച്ച് വിട്ടാണ് ഒരു കല്ലിന്റെ നേരെ രണ്ട് കൈ ഇങ്ങനെ കൂപ്പി, ഒരു കല്ലിന്റെ നേരെ. മക്കായിലേക്ക് പോയ ചെറുപ്പക്കാരൻ ചെയ്ത് കല്ലിന്റെ നേരെ കൈ ഇങ്ങനെ കൂപ്പി. എന്നിട്ട് അവൻ നല്ല ഒന്ന് മുത്തി, ഒന്നുകൂടി തിരക്ക് കുറഞ്ഞപ്പോ പോയിട്ട് അതിനെ ഒന്ന് നാറ്റി. എന്നിട്ട് 4 വട്ടം അതിനങ്ങനെ വലയം ചെയ്തു, 7 വട്ടം ഇങ്ങനെ വലയം ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഒരു പ്രത്യേകമായ വേഷം അവൻ ധരിച്ചിരുന്നു. അവിടെ കുറച്ച് വെള്ളമുണ്ട്, പുണ്യജലം എന്നുള്ള നിലക്ക് ആ വെള്ളം വളരെ ബഹുമാന പുരസ്സരം അവൻ ക്ലാസ്സിലെടുത്തു, ഇരുന്നു, എന്തെല്ലാമോ മന്ത്രം ജപിച്ച് അവൻ കുടിച്ചു. ഒരൽപ്പം തലയിലുറ്റിച്ചു, ഒരൽപ്പം നെഞ്ചിലുറ്റിച്ചു, ഒരൽപ്പം കയ്യിൽ കിട്ടിയത് കൊണ്ട് അവനാകെ തടവി. ഇതിന്റെ പേര് യഥാർത്ഥമായ തൗഹീദ് എന്നാണ്. നേരെ മറിച്ച് മറ്റൊരു സഹോദരൻ ഇതുപോലെയുള്ള കഅബയുടെ അതേ വലുപ്പം തന്നെ ഒരു കറുത്ത കല്ലുകളെ കൊണ്ട് നിർമ്മിച്ച അവന്റെ ആ ക്ഷേത്രത്തിലേക്ക് അവൻ ചെന്നു. അവൻ അവിടെയുള്ള കല്ലിലേക്ക് ഒന്നിങ്ങനെ കൈ ചൂട്ടി. എന്നിട്ട് അവൻ അതിനെ ഒന്ന് മുത്തിമണത്തു. ഒരല്പനേരം കഴിഞ്ഞു ആ കല്ലിന്റെ നേരെ അവൻ പോയിട്ട് ആ കല്ലിനെ ഒന്ന് മുത്തി. അവൻ ആ ക്ഷേത്രത്തെ ഒന്ന് വലയം ചെയ്തു. അപ്പുറത്തുണ്ട് കുറച്ച് പുണ്യജലം, അതിന് ഗംഗ എന്നോ എന്തോ അവൻ പേരിടട്ടെ. ആ ഗംഗാജലത്തെ അൽപ്പെടുത്തിട്ട് എന്തോ മന്ത്രം ജപിച്ചു, അവൻ കുടിച്ചു. കാണുന്നവന് ഒരേ പ്രവർത്തനം, ഒരു വ്യത്യാസവുമില്ല. ഏതാണ് ശിർക്ക്, ഏതാണ് തൗഹീദ്? അവിടെ വിശ്വാസം മാത്രമാണ്. രാജാതിരാജനായ റബ്ബ് തആലാന്റെ സൃഷ്ടിയാണ് കഅബ എന്നും രാജാതിരാജനായ റബ്ബിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ഹജറുൽ അസ്വദ് എന്നും ഈ തവാഫിലൂടെ, ഈ മുത്തലിലൂടെ, വലയം ചെയ്യലിലൂടെ അല്ലാഹ്ക്ക് മാത്രമാണ്, അവനെയാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കളങ്കരഹിതമായ തൗഹീദ് ആണെങ്കിൽ, നേരെ മറിച്ച് മറ്റേ നമ്മുടെ ആ സുഹൃത്ത് ചെയ്തതോ അത് മുഴുവനും ശിർക്കാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം തിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തളുറു വതൻഫഉ ബിഗൈരി ഇദ്നില്ലാ. ആ കല്ലിന് കൈവുണ്ടെന്ന് വിശ്വസിച്ചപ്പോ, ഇവകൾക്ക് കൈവുണ്ടെന്ന് വിശ്വസിച്ചപ്പോ ഈ പാനം കുടിക്കലിലൂടെ അള്ളാന്റെ ദൈവത്തിന്റെ ഒന്നും സഹായമില്ലാതെ ഇവക്കൊക്കെ എന്തെല്ലാമോ ചില വസ്ഫുകൾ, അള്ളാഹ്ക്ക് മാത്രമുള്ള ഖവാസ് പ്രത്യേകമായത് അവൻ ധരിച്ചപ്പോ, വിശ്വസിച്ചപ്പോ ഇത് മുഴുവനും ശിർക്കായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു മുശ്രിക്കായ മനുഷ്യൻ, ഒരു ഹൈന്ദവ സഹോദരൻ ഒരു ഏലസ് കിട്ടിയാൽ അവൻ തെറ്റായ വിശ്വാസപ്രകാരമാണെങ്കിൽ അപ്പോഴാണ് അത് തെറ്റാകുന്നത്.
ഒരു മുസ്ലിം ഏലസ് കെട്ടി അവൻ കഅബയെ പോയി മുത്തിമണത്തു. ഇസ്ലാമിന്റെ ഫിഖ് പ്രകാരം മഖ്ബറയിൽ പോയി മഖ്ബറ ചുംബിക്കൽ നല്ലതാണോ അല്ലേ എന്ന് ഖിലാഫുൽ ഔലയാണോ കറാഹത്താണോ ചിലർക്കെങ്കിലും ജായിസാണോ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു മമ്പറ മക്കാമിൽ പോയി മുത്തി മണത്താലും അവിടുത്തെ കൊടി തലയിലിട്ടാലും അത് ശിർക്കേ അല്ല. എന്തുകൊണ്ട്? തൗഹീദാണെന്ന് തീരുമാനിക്കുന്നത്, തൗഹീദോ ശിർക്കോ എന്ന് തീരുമാനിക്കുന്നത്, ഈമാനാണോ തീരുമാനിക്കുന്നത്, അത് വിശ്വാസം മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കുക, അല്ലാമ സ്വാബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫഖ്റുദ്ദീൻ ഇമാമുർ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹാഫിദുൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ലക്ഷക്കണക്കായ ഹദീസുകളെ മനഃപ്പാഠമാക്കിയ സച്ചരിതരായ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് തൗഹീദ് എന്നും എന്താണ് ശിർക്ക് എന്നും വ്യക്തമാക്കിയപ്പോ ഇന്നിതാ തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും തീരെ അറിയാതെ വട്ടം തിരിഞ്ഞ ഒരുപാട് ആളുകളെ മുമ്പിൽ നമുക്കൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ട്. അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും അള്ളാഹുവിന്റെ ദാത്തിയായോ ഫിഅലിയായോ ഒരു നിലക്കുള്ള ദാത്തിയായിട്ടോ സിഫാത്തിയായിട്ടോ ഫിഅലിയായിട്ടോ ഉള്ള ഒരു വിശേഷണവും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികൾക്കും ഇല്ല എന്നുള്ള, അള്ളാഹു മാത്രമാണ് മുസ്തഹിഖുൽ ഇബാദ, ആരാധനക്കർഹതയുള്ളത്, അവനെ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ള കറകളഞ്ഞ വിശ്വാസമാണ് സുന്നി. ഈ സുന്നിക്ക് നാരിയത്തു സ്വലാത്ത് ചൊല്ലിയാൽ ഫലം കിട്ടുമെന്നുള്ള വിശ്വാസം, മമ്പറത്ത് പോയാൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നുള്ള വിശ്വാസം, അതുപോലെ തന്നെ നാം നേർച്ചയിൽ എന്തെങ്കിലും അല്ലാഹു തആലാക്ക് തന്നെയാണ് ആ നേർച്ച ചെയ്താൽ മൂന്നാക്കൽ പോയി ഒരു ചാക്ക് അരി അവിടേക്ക് നേർച്ച ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദ് മാത്രമാണ്. സുന്നത്ത് ജമാഅത്ത് ഹഖായ വിശ്വാസാദർശങ്ങൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് പഠിച്ചാൽ പിന്നെ യാതൊരു സംശയവുമില്ല. ഇന്ന് എവിടെ നിന്നിട്ട് പോന്നാൽ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാവണമെന്ന് വളരെ വ്യക്തമായി പ്രമാണബദ്ധമായി നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ നിർത്താണ്? സംശയം കാണുന്നവരുണ്ട്, അതുപോലെ തന്നെ അബ്ദുക്കൽ മിസ്കീനു എന്ന ബൈത്തിൽ സംശയം കാണുന്നവരുണ്ട്. അടിവരെ ഇട്ടുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ മാല മൗലിദുകള്, നമ്മുടെ ദിക്ർ സ്വലാത്തുകള്, നമ്മുടെ നേർച്ചകള്, നമ്മുടെ മജ്ലിസുന്നൂറുകൾ, ഇതൊക്കെ ഹഖായ കർമ്മങ്ങളും നാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുള്ളമായി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിശ്വാസകർമ്മങ്ങൾ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് ഹഖായ തനതായ അമ്പിയാക്കളിലൂടെ സ്വഹാബാക്കളിലൂടെ ഇമാമിയങ്ങളിലൂടെ കിട്ടിയ ഹഖ് മാത്രമാണെന്നും അതിനാണ് നാം ഒക്കെ ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുള്ളമായുടെ കീഴിൽ അണിനിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാരണവന്മാരുണ്ട്, പഠിക്കാൻ വരുന്ന വിജ്ഞാന കുതുകികളായ ഒരുപാട് ആളുകൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുണ്ട്. കാര്യം വേണ്ട വിധം ഗ്രഹിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണമെന്നും നമ്മുടെ സംഘടനകളിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വെറും നോക്കി നിൽക്കുന്നവരാകാതെ ഇതിലെല്ലാവരും SKSF ഒക്കെ ഒന്ന് പ്രവർത്തിക്കൽ തീർച്ചയായിട്ടും. അല്ലെങ്കിലാണ് അവിടെ കുറച്ച് ഓപാലത്തുമ്പോൾ സംസാരിച്ചു, മറ്റേ തരീകത്തേക്ക് കുറെ എവിടെ സംസാരിച്ചു, ഒരു നിക്കരിക്കണില്ലേ. ഒരു നാൾ പെരിന്തൽമണ്ണ ഒരാളിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ സുന്നി എന്ന് പറയും. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുക്കണോള് എന്നല്ലേ അർത്ഥം. അതായത് എൻ്റെ റൂമിൽ വന്നിട്ടൊരു സാധു പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, അയാൾ താടിയൊന്നും വെച്ചിട്ടില്ല. അപ്പൊ താടി വെച്ചൊരു തെബിലീകാരൻ വലിയ കുപ്പായക്കെട്ടും എന്ന് പറഞ്ഞതാ. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കുന്നവനാ. നിങ്ങളെ മേത്ത് ഇപ്പം എന്ത് സുന്നത്താളത്? മേത്തേ എന്ത് സുന്നത്താളത്? നിങ്ങൾക്ക് താടില്ല, തല മറച്ചിട്ടില്ല, ഒരു സുന്നത്തും നിങ്ങളെ മേത്തില്ല. ഞാൻ എല്ലാ സുന്നത്തും എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളല്ല സുന്നി, ഞാനാണ് സുന്നീൻ. ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സുന്നി എന്ന് പറഞ്ഞാൽ കുറേ സുന്നത്തിൻ്റെ രൂപെടുക്കുന്ന ആള് എന്നല്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുള്ളവൻ എന്നാണ്. അയാളൊരു സുന്നത്തൊക്കെ എടുക്കണം. ഞാൻ ഇത്തിബാന്റെ മഹാത്മം പറയല്ല, താടി വേണം, തലമറക്കണം, എല്ലാ സുന്നത്തുകളും വേണം. പക്ഷെ അഖീദ നന്നായിട്ടില്ലെങ്കിൽ ഈ ബാഹ്യമായ സുന്നത്തുകളെ കൊണ്ട് ആഖിറത്തിൽ ഉപകാരമുണ്ടാകൂല. അഖീദയാണ് പ്രധാനം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുള്ളവൻ എന്നാണ് സുന്നി എന്ന വാക്കിന്റെ അർത്ഥം. സുന്നി പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുള്ളവൻ. അവലം വബിദാത്ത്, വിശ്വാസത്തെയാണ്, അഖീദയാണ് സുന്നി എന്നുള്ളത് പ്രതിനിധാനം ചെയ്യുന്നത്. അല്ലാഹു തആല ഹഖായ വിശ്വാസത്തിലും ഖൈറായ നല്ല പ്രവർത്തനങ്ങളിലുമായി അല്ലാഹു തആല നമ്മുടെ മശായിഖുമാരോടൊപ്പം നമ്മുടെ ഉലമാഇന്റെ ഒപ്പം ഈമാനോടുകൂടെ മരിച്ച് അവരോടൊപ്പം ജിവാറിൽ നാളെ സ്വർഗത്തിലാക്കി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളുള്ളവർ, പ്രയാസമുള്ളവരുണ്ട്. റഹ്മാനായ റബ്ബ് തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ.
വിഷമങ്ങളെ അള്ളാഹു തആല തീർക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരിമാരൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സർവനാഥനായ റബ്ബാനിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഒത്തുകൂടലാണ്. അവരുടെയൊക്കെ മുറാദുകളെ നീ ഹാസിലാക്കി ഞങ്ങളുടെ നാടിൽ, ഞങ്ങളുടെ മഹല്ലത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും പരിപാടികൾ മുഴുവനും തീർന്നതിൻ്റെ ശേഷം മാത്രമേ പോകാവൂ. എനിക്ക് നിർബന്ധമായിട്ടും പോകേണ്ടതുള്ളത് കൊണ്ടാണ്. ഫുള്ള് ഇവിടെ ഇരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ചെറിയ പ്രയാസമുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അമീറായതുകൊണ്ട് നിർബന്ധമായിട്ടും എൻ്റെ ഈ പരിപാടി ഏറ്റവും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാൻ്റെ ഡേറ്റിന് ഞങ്ങൾക്ക് ഈ ദിവസം തന്നെ വെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ പെടുത്തണമെന്ന് ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.